ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സേവികാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ നോമ്പുകാല ധ്യാനത്തിൽ ഇത്തവണയും പങ്കെടുക്കുവാൻ ഒരവസരം കൂടി ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുദിന ജീവിതത്തിലെ കുരിശുകൾ സന്തോഷത്തോടെ വഹിക്കുവാനും കുരിശിലൂടെ അവിടുന്ന് നേടിയെടുത്ത രക്ഷ സ്വന്തമാക്കുന്നതിനുമായി ഒരിക്കൽ കൂടി ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെ സ്മരിക്കുന്ന നോമ്പുകാലത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. കൂടുതൽ പ്രാർത്ഥിച്ചും ഉപവസിച്ചും പ്രായശ്ചിത്തം ചെയ്തും മാനസാന്തരത്തിലേക്കും ജീവിത നവീകരണത്തിലേക്കും വിശ്വാസികളെ ക്ഷണിക്കുകയാണ് ഈ നോമ്പുകാലം. പറുദീസായിൽ വെച്ച നഷ്ടമായ ദൈവ മനുഷ്യ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ പിതാവായ ദൈവം ലോകത്തിലേക്ക് അയച്ച പുത്രൻ കടന്നുപോയ സഹന വഴികളിലൂടെ ധ്യാനപൂർവ്വം നീങ്ങുന്ന ഈ നോമ്പ് ദിനങ്ങളിൽ നമ്മുടെ നോമ്പാചരണം എങ്ങനെയുള്ളതായിരിക്കണം എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ. പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ശക്തമായി പറയുന്ന ഒരു വേദഭാഗമാണ് ഇത്. യേശുക്രിസ്തുവിൻ്റെ ഭക്തനായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്തുവിൻ്റെ ഭാവം ഉണ്ടായിരിക്കണം. ക്രിസ്തു ജീവിതത്തിൽ അംഗീകരിച്ച കാര്യങ്ങൾ ആ വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് ഒരു യഥാർത്ഥ ക്രിസ്തു വിശ്വാസിയായി ജീവിക്കുവാൻ കഴിയൂ. ക്രിസ്തുവിൻ്റെ ഭാവം സ്വീകരിച്ചാൽ മാത്രമേ നാമും ക്രിസ്ത്യാനി എന്ന പേരിന് അർഹരാകൂ. അനുസരണം, താഴ്മ, സ്നേഹം, അനുകമ്പ ഇവയെല്ലാം ക്രിസ്തുവിൻ്റെ ഭാവങ്ങൾ ആകുന്നുവല്ലോ. പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ വേണ്ടി ദാസരൂപമെടുത്ത് സ്വയം പീഡനങ്ങൾ സഹിച്ച് അനുസരണയോടെ നിൽക്കുന്നവനായ യേശു തന്നെ ഒറ്റിക്കൊടുത്ത യൂദാസിനെയും തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിനെയും കള്ളനെ പോലെ അടിക്കുകയും പരിഹസിക്കുകയും തുപ്പുകയും മുൾക്കിരീടം അണിയിക്കുകയും ചെയ്ത പടയാളികളെയും കോപിഷ്ഠനാകാതെ താഴ്മയോടെ നിൽക്കുന്നവനായ യേശു രോഗികളെ സൗഖ്യമാക്കിയും മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചും വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തും സഹജീവികളോട് അനുകമ്പ കാണിക്കുകയും ചെയ്യുന്ന യേശു. പ്രിയമുള്ളവരെ, യേശുവിൽ കണ്ട ഈ ഭാവങ്ങളെല്ലാം ഈ നോമ്പുകാലങ്ങളിൽ നമ്മിലേക്കും വരുവാൻ ഇടയാകണം. അശരണരെയും അഗതികളെയും സംരക്ഷിക്കുവാനും ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുവാനുമുള്ള മനോഭാവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ദൈവവചനം വായിക്കുവാനും ധ്യാനിക്കുവാനും നമ്മൾ ഈ ദിവസങ്ങളിൽ കൂടുതൽ സമയം കണ്ടെത്തണം. ദൈവവചനമാണ് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുഭാവം കൊണ്ടുവരുന്നതും നമ്മെ ശുദ്ധീകരിക്കുന്നതും ഈ ലോക ജീവിതത്തിൽ വഴികാട്ടിയായി കൂടെ ഇരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങളിൽ നാം ദൈവവചനത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് വചനം വായിച്ച് പഠിച്ച് ധ്യാനിക്കുന്നതിൽ നമ്മെ തന്നെ പ്രയോജനപ്പെടുത്തണം. നമ്മുടെ പുതുതലമുറകൾക്ക് ക്രിസ്തുവിൻ്റെ ഭാവം പകർന്നു നൽകുവാൻ ഈ കാലഘട്ടത്തിൽ നാം ശ്രദ്ധിക്കണം. ഈ ഡിജിറ്റൽ ലോകത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ലഹരിക്ക് അടിമപ്പെട്ട് നശിച്ചു പോകാതിരിക്കുവാൻ അത് അവർക്ക് ഏറെ ഗുണം ചെയ്യും. നമ്മളിലുള്ള ഉന്നത ഭാവം മാറ്റി താഴ്മയോടെ മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠനെന്ന് കാണുവാൻ നമുക്ക് കഴിയണം. തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണയോടെ ഭൂമിയിൽ ജീവിച്ച യേശുക്രിസ്തുവിൻ്റെ ഭാവം നമുക്ക് പിന്തുടരുവാൻ സാധിക്കണം. സഹജീവികളുടെ ദൗർബല്യങ്ങളെയും മുറിവുകളെയും കുറ്റപ്പെടുത്താതെ കാരുണ്യത്തിൻ്റെ ഔഷധവുമായി അവയെ സുഖപ്പെടുത്തുവാൻ നമ്മെ പഠിപ്പിക്കുന്ന യേശുവിൻ്റെ ഭാവം നമ്മിൽ തെളിയുമ്പോൾ മാത്രമേ നമ്മുടെ നോമ്പാചരണം അർത്ഥവത്താകൂ. ഈ നോമ്പ് കാലത്ത് ദൈവത്തിനും മനുഷ്യനും പ്രയോജനമുള്ളവരായി തീരുവാൻ സർവേശൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ നോമ്പ് ദിനങ്ങൾ ക്രിസ്തുവിൻ്റെ ഭാവം പിൻപറ്റിക്കൊണ്ട് അപരന് ധൈര്യം പകരുന്ന രക്ഷയുടെ പ്രതീക്ഷയുടെ അടയാളമായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.